നമസ്കാരം. 6 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ വർഷം 2019, ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലത്ത് ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഉള്ളറകളിലേക്ക് അന്വേഷണം വ്യാപിച്ചപ്പോഴായിരുന്നു പോലീസ് പോലും ഞെട്ടിത്തെറിച്ച ആ സത്യം പുറത്തു വരുന്നത്. തുഷാര എന്ന 27-കാരി മരിച്ചത് പട്ടിണി കിടന്നാണ്. ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു. 2019 മാർച്ച് 21 രാത്രിയായിരുന്നു തുഷാരയുടെ മരണം. ഒരു ഓട്ടോ ഡ്രൈവറാണ് തുഷാരയുടെ വീട്ടിൽ ഈ ഒരു മരണവിവരം അറിയിക്കുന്നത്. വിവരമറിഞ്ഞ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ മാതാപിതാക്കൾ തുഷാരയുടെ ശരീരത്തിൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നു. പോലീസിൽ പരാതിപ്പെട്ടു. പോസ്റ്റ്മോർട്ടത്തെ തുടർന്നാണ് അപൂർവവും ക്രൂരവുമായ കൊലപാതകത്തിൻ്റെ ചുരുള് അഴിയുന്നത്. 21 കിലോ മാത്രമായിരുന്നു മൃതശരീരത്തിൻ്റെ ഭാരം. ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ അംശം പോലും ഇല്ല എന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. തൊലി എല്ലിനോട് ചേർന്ന മാംസമില്ലാത്ത നിലയിലാണ് കാണപ്പെട്ടത്. വയറൊട്ടി വാരിയെല്ല് നട്ടലിനോട് ചേർന്നിരിക്കുകയും ചെയ്തുവെന്നും കണ്ടെത്തി. ഇവിടെയും വില്ലൻ സ്ത്രീധനം തന്നെ. 2013 തുഷാരയുടെയും ചന്തുലാലിൻ്റെയും വിവാഹം. 6 വർഷത്തോളമായിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ തുഷാര പീഡനം അനുഭവിച്ചത്. സ്ത്രീധനത്തിൽ കുറവ് വന്ന 2 ലക്ഷം 3 മാസത്തിനുള്ളിൽ നൽകണമെന്ന് കാണിച്ച് പ്രതികൾ തുഷാരയുമായി രേഖാമൂലം കരാർ ഉണ്ടാക്കിയിരുന്നു. ഇത് നൽകാൻ പറ്റാതായതോടെ ഭർത്തൃ വീട്ടിൽ നിന്ന് ഭക്ഷണം നിലച്ചു. സ്വന്തം വീട്ടിലേക്ക് പോകാനോ വീട്ടുകാരുമായി ഫോണിലോ മറ്റോ ബന്ധപ്പെടാനോ തുഷാരയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. കേരളത്തിൽ പലയിടങ്ങളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനങ്ങൾ കേട്ടിരുന്നുവെങ്കിലും കരാറിലേർപ്പെടുന്നതും അത് ലംഘിച്ചപ്പോൾ പട്ടിണിക്കിട്ട് കൊന്ന വാർത്തയും ഞെട്ടലോടെയാണ് അന്ന് കേട്ടത് നമ്മൾ. അന്ന് മുതൽ കൊല്ലം ജില്ല സ്ത്രീധനത്തിൻ്റെ പേരിൽ ശാപം അനുഭവിക്കാൻ തുടങ്ങിയതാണ്. അതിന് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ വാർത്തകൾ പിന്നീടും സംഭവിച്ചു. ഉത്ര, വിസ്മയ, വിഭജിക, ഒടുവിലിത അതുല്യയും. സ്ത്രീധന പീഡന മരണങ്ങളുടെ ഇരകളെല്ലാം കൊല്ലത്തെ മണ്ണിൽ ജനിച്ചു വളർന്നവർ. വിഭജികയും അതുല്യയും ഷാർജയിലാണ് മരിച്ചതെങ്കിലും കേരളത്തിലെ സ്ത്രീധന സംവിധാനമാണ് ഈ മരണത്തിനും കാരണമായത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലംകാരുടെ, അതായത് ഒരു പറ്റം കൊല്ലംകാരുടെ മനോഭാവം എടുത്തുകാട്ടിയ ചിത്രങ്ങളും ശ്രദ്ധയാകർഷിച്ചതാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ പൊന്മാൻ എന്ന ചിത്രം കൊല്ലത്ത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. സ്ത്രീധനം നൽകിയ പൊന്ന് തിരിച്ചു വാങ്ങാൻ പോയ ബേസിൽ ജോസഫ് അവതരിപ്പിച്ച അജേഷ് പി സിനിമയിൽ വിജയിച്ച് തിരിച്ചെത്തിയെങ്കിലും യഥാർത്ഥത്തിലുള്ള ആ ചെറുപ്പക്കാരനെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അയാൾ ജീവനോടെ ഇരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല. കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച അഞ്ചൽ ഉത്ര കേസ് ആരും മറക്കാനിടയില്ല. സ്ത്രീധനത്തിന് പുറമെ സ്വത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ ഭർത്താവ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലിക്കുക. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ അപൂർവകതകൾ നിറഞ്ഞ കേസായിരുന്നു കൊല്ലത്തെ ഉത്ര കേസ്. ഇത് 2ാം തവണയായിരുന്നു ഉത്രയെ ഇത്തരത്തിൽ ഭർത്താവ് കൊല്ലാൻ നോക്കിയത്. നേരത്തെയും പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന ഉത്ര വാക്കറിൻ്റെ സഹായത്താൽ നടന്നു തുടങ്ങിയത് ഈ മരണത്തിന് 2 ദിവസം മുൻപ് മാത്രമായിരുന്നു. അപ്പോഴും ഭർത്താവിലേക്ക് സംശയങ്ങൾ നീണ്ടിരുന്നില്ല. ഉത്ര മരിക്കുമ്പോഴും അറിയുന്നില്ല സ്വത്തിനോടുള്ള അത്യാർത്തി കാരണം സ്വന്തം ഭർത്താവ് തന്നെ കൊല്ലുകയായിരുന്നുവെന്ന്. 4 കൊല്ലം മുൻപ് ആത്മഹത്യ ചെയ്ത വിസ്മയെക്കുറിച്ചും മറക്കാനിടയില്ല. ശാരീരികമായും മാനസികമായും ഭർത്താവ് പീഡിപ്പിച്ചതിനെ തുടർന്ന് 2021 ജൂൺ 21 കൊല്ലത്തെ ഭർതൃഗ്രഹത്തിൽ വിസ്മയ ആത്മഹത്യ ചെയ്യുന്നത്. സ്ത്രീധനമായി നൽകിയ കാറിൽ തൃപ്തനല്ലാത്തതിനാലും വാഗ്ദാനം ചെയ്ത സ്വർണം ലഭിക്കാത്തതിനാലും ഭർത്താവ് കിരൺ കുമാർ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയായിരുന്നു വിസ്മയെ. സംസ്ഥാനമാകെ ചർച്ചയായ ഈ കേസിനെ തുടർന്നാണ് കോളേജ് വിദ്യാർത്ഥികൾ സ്ത്രീധനം വാങ്ങില്ല എന്ന സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേരള ഗവർണർ നിർദ്ദേശിച്ചത്. എന്നാൽ ഒന്നുമുണ്ടായില്ല. പിന്നീടും കൊല്ലത്തെ സ്ത്രീധന സമ്പ്രദായം തുടർന്നുകൊണ്ടിരുന്നു. ജീവനൊടുക്കിയവരെക്കാൾ മരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഒത്തിരിയാണവിടെ. സ്ത്രീധനം വാങ്ങുന്നത് പോലെ തന്നെ കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നത്. കൊല്ലത്തുള്ള വിഭജികയും ഏറ്റവും ഒടുവിലായി അതുല്യയും ജീവനൊടുക്കുന്നത് സ്ത്രീധനം നൽകാത്തതിൻ്റെ പേരിലെല്ലാം മറിച്ച് കൊടുത്ത അളവ് കുറഞ്ഞു പോയെന്ന ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പരാതിയുടെയും പീഡനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിലാണ് സതീഷ് അതുല്യയെ മൃഗീയമായി പീഡിപ്പിച്ചത്. വിവാഹത്തിൻ്റെ സമയത്ത് 43 പവൻ സ്വർണമാണ് സതീഷിന് സാധാരണ കുടുംബമായിരുന്നിട്ട് പോലും അതുല്യയുടെ അച്ഛൻ നൽകിയത്. എന്നിട്ടും അത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞാണ് സതീഷ് അതുല്യയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നത്. നിയമമാറ്റത്തിലൂടെ സ്ത്രീധനത്തിനെതിരെ പുതിയ സാധ്യത തേടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പിണറായി സർക്കാർ അതിന് മുൻകൈ എടുക്കുമെന്ന് പ്രത്യാശിക്കാം. ഗാർഹിക പീഡനവും
സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായി നിയമത്തിൽ പുതിയ വ്യവസ്ഥകൾ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് 99 സ്ത്രീകളാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയോ ജീവനൊടുക്കുകയോ ചെയ്തിട്ടുള്ളത്. നിലവിലെ നിയമം കാര്യക്ഷമമാണെങ്കിലും അതിനെയെല്ലാം നോക്കുകുത്തിയാക്കി കൊടുക്കാനും വാങ്ങാനും ആളുകൾ തയ്യാറായി നിൽക്കുമ്പോൾ പിന്നെന്ത് ചെയ്യാൻ പറ്റും? നിലവിലുള്ള നിയമത്തിൽ സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ്. സ്ത്രീധനം നൽകിയവരും കുറ്റക്കാരാകുമെന്ന ഭയത്താൽ പലപ്പോഴും വധുവിൻ്റെ ഭാഗത്ത് പരാതി ഉണ്ടാക്കാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇതിനാലാണ് സ്ത്രീധനം വാങ്ങുന്നത് മാത്രം കുറ്റകരമാക്കി ഭേദഗതി ചെയ്യുന്നത്. നിലവിൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൂല്യമോ ഏതാണോ വലുത് അത്രയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഭേദഗതി വരികയാണെങ്കിൽ സ്ത്രീധനം വാങ്ങുന്നത് 3 വർഷത്തിൽ കുറയാതെ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാകും. പിഴത്തുക 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയോ സ്ത്രീധനത്തിൻ്റെ മൂല്യമോ ഏതാണോ കൂടുതൽ അത്രയുമായി ഉയർത്താനാണ് ആലോചന. നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഭേദഗതിയിലൂടെ അത് 6 മാസം മുതൽ 2 വർഷം വരെ തടവിനൊപ്പം 50,000 രൂപ പിഴയായും ഉയർത്തി. വിവാഹശേഷം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവ് നേരിട്ടോ അല്ലാതെയോ ഭാര്യയെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയോ ഭാര്യ എന്ന നിലയിൽ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുകയോ ചെയ്താൽ 2 വർഷം വരെ തടവും 25,000 രൂപ പിഴയും പുതിയ നിയമത്തിൽ ശിക്ഷയായി മാറും. എന്നാലും പുതിയ നിയമ ഭേദഗതി വരുമ്പോൾ വലിയ തോതിൽ കുറ്റകൃത്യങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകുന്നത് തടയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവാഹത്തെ ഒരു മാർക്കറ്റാക്കുന്നിടത്താണ് പ്രധാന പ്രശ്നം. അതുപോലെ തന്നെ മറ്റൊരവസ്ഥയും പറയാതിരിക്കാനാകില്ല. മകളെ കെട്ടിച്ചു കൊടുക്കുന്ന പയ്യന് സർക്കാർ ജോലി വേണം, വിദേശത്താകണമെന്ന നിലപാട് പെൺവീട്ടുകാരും മാറ്റേണ്ടതുണ്ട്. മരുമകൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും അളവ് കൂട്ടാൻ നിൽക്കുന്ന രക്ഷിതാക്കളെ നിങ്ങളും ഇവിടെ കുറ്റക്കാരാണ്.